ഹായ് കോർഡിനേറ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റിൽ പഠിച്ചത് കാറ്റഗറി എങ്ങനെ കോപ്പി ചെയ്യണേ, കാറ്റഗറി കോപ്പി ചെയ്തിട്ട് എങ്ങനെ ടാഗായിട്ട് മാറ്റണം എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ടാഗ് സെർവർ സൈഡ് ലിസ്റ്റിംഗ് വേണം. സെർവർ സൈഡ് ലിസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു 1000 റെക്കോർഡ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്, ടാഗും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെക്കോർഡ് 1000 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കതെല്ലാം കൂടി ഒരുമിച്ച് ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ 1,00,000 റെക്കോർഡ് ഉണ്ട്, 2,00,000 റെക്കോർഡ് ഉണ്ട്, അതൊക്കെ ഒരുമിച്ച് ലോഡ് ചെയ്യുമ്പോൾ സൈറ്റ് സ്ലോ ആവും. അപ്പോൾ അതിന് വരും നമ്മൾ സെർവർ സൈഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് ലിമിറ്റ് ചെയ്യാം. ഇത്ര റെക്കോർഡ് ലോഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്കതിനെ പേജിനേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ പേജിനേഷൻ അനുസരിച്ച് നമ്മൾ പേജിനേഷനിലെ ഓരോ പേജിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ റെക്കോർഡ് ലോഡാവും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അത് നമ്മൾ ഡാറ്റ ടേബിളിൻ്റെ തന്നെ അജാക്സ് ഉപയോഗിച്ചാണ് സെർവർ സൈഡ് ലോഡ് ചെയ്യുമ്പോൾ സെർവർ സൈഡ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് ഈ URL പോവുക, dataTables.net എക്സാമ്പിൾസ് സെർവർ സൈഡ് പോസ്റ്റ് HTML. അപ്പോൾ ഇതിൽ സാമ്പിൾസ് ഉണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവർ 10 റെക്കോർഡാണ് ലോഡ് ചെയ്തിരിക്കണം ഫസ്റ്റ്. ഈ പേജിനേഷൻ അനുസരിച്ച് ഇവർ സെർവർ സൈഡാണ് ലോഡ് ചെയ്യണം. ആ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് വരുന്നില്ലേ, അത് കണ്ട് ആ ഓരോന്ന് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നെക്സ്റ്റ് 10 റെക്കോർഡായിട്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം ഷോയിങ് 21 to 30. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 10 റെക്കോർഡാണ് ലെങ്ത്ത് വരുന്നത്, അതായത് ഇൻഡെക്സ് 0 to 9 വരെ. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കുക. Ctrl+Shift+J അടിക്കുക. നമ്മൾ ഇതിൽ തന്നെ പോയിട്ട് Ctrl+Shift+J അടിച്ച് നെറ്റ്വർക്ക്, ഇതിപ്പോൾ അജാക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ നെറ്റ്വർക്ക് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ഇത് റിഫ്രഷ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ഒരു പേജിനേഷൻ എടുത്താലും മതി, അല്ലെങ്കിൽ സോർട്ട് ചെയ്താലും മതി, എന്ത് ചെയ്താലും മതി. അപ്പോൾ പേജിനേഷൻ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തു. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ പോസ്റ്റ് എന്നുള്ളത് നമുക്ക് കാണാം. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ ഇതിൽ പറഞ്ഞുതരാം. ഇത് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ അതിലേക്ക് നമുക്ക് ടാഗിൻ്റെ ലിസ്റ്റിങ്ങിലേക്ക് പോവാം. ഇത് സെയിം മെത്തേഡിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റിക്വസ്റ്റ് URL വേണം. സാധാരണ ഒരു URL നമുക്കത് വേണം. ആ URL ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അജാക്സ് വെച്ച് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഇവിടെ ഒരു URL ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ്സ് post.php. ഈ URL ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ സെർവറിലെ ഇതിൽ എക്സാമ്പിൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് post.php എന്നുള്ള URL ആണ്. ഇനി ബാക്കിയുള്ളതിൽ എന്തൊക്കെയാണ് ഇതിൽ പാരാമീറ്റേഴ്സ്, അതായത് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യുമ്പോൾ. ഇതിലിപ്പോൾ ഡ്രോ 6 ഞാൻ റിഫ്രഷ് ചെയ്യുകയാണ്. ഇതിനെ ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യണത്. ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ ഡ്രോ എന്നുള്ളത് 1 ആയിരിക്കും. കാരണം അത് സീക്വൻസിലാണ് വരിക. ഈ ഡ്രോ എന്നുള്ളത് ഒരു പാരാമീറ്റർ, അതായത് ഡ്രോ എന്നുള്ളത് 1 2 3 അങ്ങനെ വരും. ഇപ്പോൾ കണ്ടില്ലേ 1. അപ്പോൾ ഇതിൽ ഈ കോളംസൊക്കെ ഉണ്ട്. കോളം 0 ഫസ്റ്റ് നെയിം, അതിൽ ഫസ്റ്റ് നെയിം കോളം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിമാണ്, സെക്കൻഡ് ലാസ്റ്റ് നെയിം. ഇപ്പം ഞാൻ ഒന്നും കൂടി സെക്കൻഡ് വരുന്നത് ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളം 1. അപ്പോൾ ഇൻഡെക്സ് പറഞ്ഞില്ല 0 1 എല്ലാത്തിലും ഇൻഡെക്സ് 0 സ്റ്റാർട്ട് ചെയ്യണം. 0 1. ഇപ്പോൾ ഇതിൽ എത്ര കോളം നോക്കുക അതനുസരിച്ചാണ് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് 6 ഉണ്ടെങ്കിൽ 5 കാണിക്കും. അതിവിടെ 5 വന്നത് കണ്ടില്ലേ. ലാസ്റ്റ് വന്നത് സാലറിയാണ്, കോളംസ് 5 ഡാറ്റ സാലറി. അപ്പോൾ ഇത്ര കോളംസാണ് അതിലുള്ളത്, 6 കോളംസ്. അപ്പോൾ ഇൻഡെക്സ് 5 വരിക. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർട്ട് ഉണ്ട്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ലിസ്റ്റ് റിഫ്രഷ് ചെയ്യുമ്പോൾ വരുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വരുന്നത് അതായത് ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രയാണ് റെക്കോർഡുകൾ കാണിക്കേണ്ടത്, അതാണ് അതിൻ്റെ ലെങ്ത്ത്. പിന്നെ സെർച്ച് വാല്യൂ, സെർച്ച് എന്നുള്ള വേറൊരു ഇതുണ്ട്, സെർച്ച് വാല്യൂ. ഈ സെർച്ച് വാല്യൂ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇവിടെ വരുന്ന ഇതാണ് സെർച്ച് വാല്യൂ. ഇപ്പം ഞാനിവിടെ എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്യണം, ANG സെർച്ച് ചെയ്തു. ഞാൻ ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. നമുക്ക് എന്താ കിട്ടണം നോക്കാം. അവിടെ ഒന്നും കൂടി നമുക്ക് ലിസ്റ്റ് നോക്കല്ല. ഇപ്പോൾ 3-4 പ്രാവശ്യം സെർച്ച് ചെയ്യുമ്പോൾ ഓരോ ടൈപ്പ് ചെയ്യുമ്പോഴും വരുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഡ്രോ ഇതായി. ഇപ്പോൾ 3 നമ്മൾ ANG 3 ചെയ്തത്. അപ്പോൾ 4ാമത്തെ ഡ്രോ 4th വന്നത്. ഇനി നമുക്ക് ലാസ്റ്റിലേക്ക് പോവാം. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ സെർച്ച് വാല്യൂ ANG. അപ്പോൾ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ്. ഇനി അതിൽ എത്ര എണ്ണം ഉണ്ടോ നോക്കാം. നമുക്ക് ഇതിൽ പേജിനേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ പേജിനേഷൻ ഇല്ല. കാരണം വെച്ചാൽ പേജിനേഷന് ഒറ്റ 2 റെക്കോർഡൊക്കെ കാണാനുള്ളൂ. ഇതിൽ ഇത് 10 വെച്ച് വരുന്നത്. അപ്പോൾ 2 കാണാനുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ലെങ്ത്ത് 10 സെർച്ച്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ഓർഡർ, ഇപ്പോൾ ഇതിൻ്റെ നമ്മളൊരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഇതും കൂടി നോക്കാം. നമ്മൾ ഒന്നും കൂടി താഴേക്ക് എടുത്ത് നോക്കുക. ഇപ്പം ഇതിൽ നോക്കിയാൽ അസെൻഡിങ് ഓർഡറിൽ അല്ലേ, ഫസ്റ്റ് കോളം അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കാണിച്ചത്. ഇപ്പം നമ്മൾ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം എന്താ വരുന്നത് നോക്കാം. ഇതിൽ നമ്മൾ അസെൻഡിങ്ങിൽ തന്നെയാണ് വന്നേക്കണേ. ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതെടുത്തു കഴിഞ്ഞാൽ ഡിസെൻഡിങ് കാണിക്കും. ഇപ്പോൾ അവിടെ
ഡിസെൻഡിങ് ആണല്ലേ. ഇതിൽ ഓർഡർ ഡിസെൻഡിങ് ആണ്. ഏത് കോളാണ് ചെയ്തത് വെച്ചാൽ കോളം 2 ആണ്. അപ്പോൾ നമ്മൾ 0 1 2 അത് ആലോചിക്കണം. അതായത് ഫസ്റ്റ് ഇൻഡെക്സ് സ്റ്റാർട്ടിങ് 0ലാണ്, 0 1 2 നമ്മൾ പൊസിഷനാണ് ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചെയ്ത കോളം 2 ആണ്. അതിൻ്റെ ഓർഡർ അസെൻഡിങ് ആണെങ്കിൽ ഡിസെൻഡിങ്. ഇവിടെ നമ്മൾ ഡിസെൻഡിങ് ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് നോക്കിയാലേ അറിയാം താഴേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടും ഇതെല്ലാം ലെങ്ത്തും നമ്മളെപ്പോഴും പേജിനേഷൻ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഞാൻ ഈ ING എടുത്ത് എടുത്ത് കളഞ്ഞു. അപ്പോൾ വീണ്ടും ഇതെല്ലാം വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ റെക്കോർഡും ലിസ്റ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് നോക്കാവുന്ന ഇവിടെ എന്താ വന്നതെന്നുള്ളത് കണ്ടില്ലേ. ഓർഡർ രണ്ടാമത്തെ ഈ അസെൻഡിങ്ങിൽ വന്നേക്കണേ. ഇനി ഇതിനെ ഒരു പേജിനേഷൻ കൂടി കൊടുക്കുകയാണ്. എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ സെക്കൻഡ് പേജിലേക്ക് പോവുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇതൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 10 ആദ്യത്തെ റെക്കോർഡ് 0 to 9 വരെയാണ് 10 റെക്കോർഡ്. പിന്നെ 10 തൊട്ടാണ് പറഞ്ഞത് അടുത്തത്. അതിൻ്റെ ലെങ്ത്ത് എപ്പോഴും 10 ഇപ്പോൾ സെർച്ച് വാല്യൂ ഒന്നുമില്ല, നമ്മളൊന്നും സെർച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഇതൊക്കെ ഈ ഇത് കോളംസിൻ്റെ നമുക്ക് ഇൻഡെക്സ് വെച്ച് ഓരോന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. അതേപോലെ ഓർഡർ നമുക്ക് മനസ്സിലായി. ഓർഡർ എത്രാമത്തെ കോളം ക്ലിക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടി നമ്മളവിടെ ഓർഡർ 0 കോളം രണ്ടാമത്തെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. 0 1 2 പൊസിഷൻ. ഇവിടെ ഓർഡർ അതിൻ്റെ അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്ന് കാണിക്കും. സ്റ്റാർട്ട് അതിൻ്റെ ലെങ്ത്ത് കാണിക്കും. പിന്നെ ഡ്രോ എന്നുള്ളതുണ്ട്. ഈ ഡ്രോ എന്നുള്ള ഒരു സീക്വൻസിലാണ് വരിക. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്തു അതനുസരിച്ച് ഈ ഡ്രോ. ഇപ്പോൾ നമ്മൾ ഇത് 10ാമത്തെ ഇവിടെ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. ഈ ഡ്രോ 10 കാണിക്കുന്നത് അതിൻ്റെ ഓർഡർ കാണിക്കുന്നതാണ്. അത് അതിൻ്റെ കൗണ്ട് എത്ര പ്രാവശ്യം നമ്മൾ വെച്ചത് അതിൻ്റെ ഒരു ഇൻറ്റിജറായിട്ടാണ് വാല്യൂ കാണിക്കുക. അപ്പോൾ നമ്മൾ ഡാറ്റാബേസിന് എടുത്ത് കാണിക്കുമ്പോഴും നമ്മളതിനെ എടുത്ത് കാണിക്കുമ്പോൾ ആ വാല്യൂ കാണിക്കുമ്പോൾ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കാണിക്കാൻ. അത് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഇൻറ്റിജറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡാറ്റ ടേബിൾ പ്രോസസ്സിങ് ട്രൂ കാണിക്കണം, സെർവർ സൈഡ് ട്രൂ കാണിക്കണം. പിന്നെ അതിൻ്റെ അജാക്സ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ URL കൊടുക്കണം, ടൈപ്പ് പോസ്റ്റ് ആണോ എന്ന് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഡാറ്റ ടൈപ്പ് JSON എന്ന് പറഞ്ഞാൽ അതെങ്ങനെയും കൂടി കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കൊടുത്തില്ലെങ്കിലും അതങ്ങനെ വർക്ക്. നമ്മൾ എവിടെ നിന്ന് എന്താ വാല്യൂ എങ്ങനെ കൺവേർട്ട് ചെയ്ത വാല്യൂ പാസ് ചെയ്യണം അതനുസരിച്ച് നമുക്കത് കാണിക്കാൻ പറ്റും. നമ്മൾ JSON ആയിട്ട് മാറ്റിയിട്ടാണ് ചെയ്യുക. ഈ കോളംസ്, ഇവിടെ ഈ കോളംസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ കോളംസ്, അതായത് ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം നമ്മൾ കണ്ട കോളംസാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇത്ര നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഇതാണെന്ന് മാത്രം. ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ടാഗ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ടാഗിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. നമ്മുടെ ടാഗ് എന്നുള്ളതിൽ പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കോപ്പി ചെയ്യാം. ഞാനത് കോപ്പി ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഇതൊക്കെ മാറ്റണം. ഇതിൻ്റെ ID നമ്മൾ മാറ്റണം. നമ്മുടെ ഡാറ്റ ടേബിളിൽ നിന്ന് അവിടെ ID കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡാറ്റ ടേബിളിൽ നിന്ന് തന്നെ കൊടുക്കാം. ഇത് ഡാറ്റ ടേബിൾ കൊടുത്തു. പ്രോസസ് ഇതാണ്, സെർവർ സൈഡ് ട്രൂ ആണ്. നമ്മുടെ ഈ URL ആണ് നമുക്ക് മാറ്റേണ്ടത്. ഈ URL നമുക്ക് ഇതുപോലെ നമ്മുടെ എന്താ വേണ്ടത്, നമുക്ക് നമ്മുടെ PHPയിലെ URL വേണം നമുക്ക് യൂസ് ചെയ്യാൻ. PHPയിലെ URL എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച് നമ്മൾ കോർഡിനേറ്ററിൻ്റെ URL, കോർഡിനേറ്ററിൽ നമ്മൾ ബേസ് URL വെച്ചല്ലേ കൊടുക്കുക. അതെങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ച് വേണം നമ്മളിവിടെ കൊടുക്കാം. പിന്നെ ഈ URL ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇവിടെ കൊടുക്കാൻ പോവാണ് ടോപ്പ് URL. നമ്മുടെ URL എക്കോ ബേസ് URL അഡ്മിൻ ലിസ്റ്റ് ടാഗ്സ് എന്നാണ് നമ്മുടെ URL നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അജാക്സ് ഉപയോഗിക്കുന്ന നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഇതിൽ CSRF പ്രൊട്ടക്ഷൻ എന്നുള്ളത് എനേബിൾ ചെയ്യണം എപ്പോഴും. അതെന്താണെന്ന് വെച്ചാൽ ഈ CSRF എനേബിൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി വൈസ് ഇത് നല്ലതല്ല. അതായത് ഒരു അറ്റാക്കർ, അതായത് നമ്മുടെ വെബ്സൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ആൾ, അറ്റാക്കർ യൂസർ വിചാരിക്കാത്ത കാര്യങ്ങൾ യൂസറെ കൊണ്ട് ചെയ്യിക്കുക. അത് നമ്മുടെ സൈറ്റിന് അപകടമായിരിക്കും. അതാണ് ഈ CSRFൻ്റെ ഇഷ്യൂ, നമുക്ക് അതുകൊണ്ട് വരാവുന്ന ഇഷ്യൂ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൽ ട്രൂ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്താൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണ CSRൽ ഏതെങ്കിലും ഒരെണ്ണം അതിനെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, CSRF എക്സ്ക്ലൂഡ് URIs എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അത് വെച്ചിട്ട് ഈ കോൺഫിഗ് അറേയിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ഈ അറേയിൽ നമുക്ക് ആവശ്യമുള്ള URLs, നമ്മുടെ ഏതൊക്കെ URLs ആണ് ഈ CSRF പ്രൊട്ടക്ഷൻ വേണ്ടാത്തത് അതിനെ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് അഡ്മിൻ ലിസ്റ്റ് ടാഗ്സ്. നമ്മൾ എന്താ ചെയ്ത ടാഗിൽ എന്താ ചെയ്തു, അഡ്മിൻ ലിസ്റ്റ് ടാഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം കൂടി ഉണ്ട്. ഈ അഡ്മിൻ ലിസ്റ്റ് ടാഗ്സ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല.
അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്, നമ്മൾ കോൺഫിഗിൽ പോയിട്ട് കോൺഫിഗിലല്ല റൗട്ടിൽ പോയിട്ട് നമ്മളത് മാറ്റണം. റൗട്ടിൽ മാറ്റണമെങ്കിൽ റൗട്ടിൻ്റെ ഉള്ളിൽ പോവാം, നമ്മൾ മാറ്റില്ല, റൗട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. റൗട്ടിൽ അഡ്മിൻ ലിസ്റ്റ് ടാക്സ് ലിസ്റ്റ് ടാക്സ്. അപ്പോൾ ഈ ടാക്സ് എന്നുള്ള കൺട്രോളറിൽ ലിസ്റ്റ് ടാക്സ് എന്നുള്ള ഫംഗ്ഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ URL നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി ടൈപ്പ് നമ്മൾ കൊടുത്ത് പോസ്റ്റ് കൊടുത്തു. ഇനി നമ്മുടെ ഏതൊക്കെ ഫീൽഡുകളാണ് നമുക്ക് വേണ്ടത് ID വേണം, പിന്നെ ടൈറ്റിൽ വേണം, പിന്നെ ഡിസ്ക്രിപ്ഷൻ, പിന്നെ ഒരു ആക്റ്റീവ്. അപ്പോൾ ഈ 4 മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കൺട്രോളറിൽ പോയിട്ട് നമ്മൾ ലിസ്റ്റ് ടാക്സ് എന്നുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം കൺട്രോളറിൽ. അത് നമുക്ക് ആദ്യം ചെയ്യാനുണ്ട്. അതിനുശേഷം ലിസ്റ്റ് ആഡ് ടാഗൊക്കെ ചെയ്തോളും ലിസ്റ്റ് ടാക്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ മോഡലിൽ നമുക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്, ഒരു മിനിറ്റ് ഒരു കാര്യം കൂടി കാണിച്ചിട്ട് അതിൽ ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് പോവുക. നമുക്ക് നെറ്റ്വർക്ക് എടുക്കുക, പോസ്റ്റ് എടുക്കുക. നമ്മൾ ഇതിൽ പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോൾ കാണാം നമുക്ക് ഓരോ തവണയും റെക്കോർഡ്സ് ടോട്ടൽ കണ്ടില്ലേ, റെക്കോർഡ്സ് ടോട്ടൽ 57, റെക്കോർഡ്സ് ഫിൽറ്റേഴ്സ് 57. അപ്പം നമ്മുടെ ഇതിൽ എത്ര റെക്കോർഡ് ഉണ്ടെന്ന് നമ്മൾ കാണണം. അതുമാത്രമല്ല എത്ര റെക്കോർഡ്സ് ഫിൽറ്റർ ചെയ്തു എന്നുള്ളത്, അത് ഫിൽറ്റർ ചെയ്ത് വരുന്ന റെക്കോർഡുകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഒരു മോഡലിൽ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് നമുക്ക് ഇത് ഒന്നുമില്ല, നമ്മൾ സാധാരണ കുറേ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ടോട്ടൽ കിട്ടും, എല്ലാ റെക്കോർഡും ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. എത്ര ഇത് എഴുതുമെന്ന് വെച്ചാൽ നമ്മളൊരു കൊറി എഴുതിയിട്ട് ആ കൊറി എക്സിക്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കൊറിയിലെ അനുസരിച്ച് എത്ര റെക്കോർഡ് റിട്ടേൺ ചെയ്തു അത് നമുക്ക് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സിമ്പിൾ ഫങ്ഷൻസ് ആണത്. അപ്പോൾ അതും ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് കോപ്പി ചെയ്തിടാം. അവിടെ നമ്മൾ ടാഗ് മോഡലിൽ പോവുക, അത് ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ടൈപ്പിങ്ങിൻ്റെ സമയം ഒഴിവാക്കാൻ വേണ്ടിയാണ് കോപ്പി ചെയ്തത്. അപ്പോൾ ഇതിൽ പബ്ലിക് ഫംഗ്ഷൻ ടാഗ് കൊറി എന്നൊരു ഞാനൊരു ഫംഗ്ഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ടാഗ് കൊറി എന്നുള്ള ഫംഗ്ഷൻ കോമൺ ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനെ നമ്മൾ ടാഗ് കൊറി ഫംഗ്ഷൻ നമ്മൾ ടാക്സ് കൺട്രോളറിൽ വിളിക്കണം. അതിന് മുന്നേ കൊറി എഴുതി വെക്കുകയാണ്. അതിൽ ടാഗ് കൊറിയിൽ എന്തൊക്കെയാണ് ജസ്റ്റ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഞാനത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടത് ഒന്നാമത്തെ ലെങ്ത് ആണ്. ലെങ്ത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എത്ര റെക്കോർഡാണ് ലിസ്റ്റ് ചെയ്യേണ്ടത് അതാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത്തെ നമുക്ക് വേണ്ടത് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴും 0-ലായിരിക്കും. പിന്നെ പേജ് നമ്പേഴ്സ് അനുസരിച്ച് അതിൻ്റെ ഇതും റെക്കോർഡ് മാറും. നമ്മൾ കണ്ടില്ല ആദ്യം അതിൽ ഓർഡർ ഓഫ് കോളം, ഏത് കോളാണ് ക്ലിക്ക് ചെയ്തേ അത് നോക്കിയിരുന്നു. അതെപ്പോഴും ഓർഡർ 0 കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ നമുക്കനുസരിച്ചിട്ട് സെക്കൻഡ് കോളാണെങ്കിൽ സെക്കൻഡ് കോളം അങ്ങനെ അത് അവിടെ വരും. സെക്കൻഡ് കോളാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് 1 ആയിരിക്കും. അതുപോലെ ഓർഡർ 0 DIR എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ ആദ്യം കണ്ടു അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്നുള്ളത്. അതായത് ഓർഡറിങ് ഡയറക്ഷൻ ഓഫ് ദിസ് കോളം അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. ഇവിടെ കോളം ടു വിച്ച് ഓർഡറിങ് ഷുഡ് ബി അപ്ലൈഡ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നും കൂടി ഇത് കാണുമ്പോൾ വായിക്കാൻ വേണ്ടിയാണ് ഞാനത് കോപ്പി ചെയ്തിട്ടത്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ ഇവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ സെർച്ച് വാല്യൂ നമ്മൾ കണ്ടതാണ്, നമ്മൾ അത് സെർച്ച് ചെയ്തപ്പോൾ ഒരു വാല്യൂ ഇവിടെ കിട്ടിയിരുന്നു. അപ്പോൾ ഗ്ലോബൽ സെർച്ച് വാല്യൂ ആണ്. അപ്പോൾ ആ ഒരു നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കൂടെ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ആണ് അവിടെ കാണിക്കുക. ഈ ഡ്രോ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് 1 2 3 സീക്വൻസിൽ വരുന്നത്. ഇതെപ്പോഴും ഇൻറ്റിജർ വാല്യൂ ആയിട്ട് നമ്മൾ വേണം അതിനെ ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് സെക്യൂരിറ്റിയിൽ ഇഷ്യൂ വരാൻ ചാൻസ് ആണ്. അത് എപ്പോഴും ഇൻറ്റിജർ ആയിട്ട് തന്നെ വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇപ്പോൾ നമ്മളിതിൽ ഇൻപുട്ട് പോസ്റ്റ്, അവിടുന്ന് ഒരു പോസ്റ്റ്, കാരണം ആ ജാക്സ് വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് അല്ലേ. നമ്മൾ ഇവിടുന്ന് അവിടെ എന്താ ചെയ്യണം, ടേബിളിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് പോസ്റ്റ് ചെയ്ത് നമ്മൾ ഈ ഫംഗ്ഷനിലേക്ക് പോകും. ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ കൺട്രോളറിൽ എഴുതണം. അതിപ്പോൾ ചെയ്തിട്ടില്ല, നമ്മൾ അതിന് മുന്നേ മോഡൽ ചെയ്യാം. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടുന്ന് കിട്ടുന്ന വാല്യൂ ഇൻപുട്ട് പോസ്റ്റ് ഞാൻ ഇവിടെ ഒരു വേരിയബിളിലേക്ക് പോസ്റ്റിനുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ സെലക്ട് കോളംസ്, ഈ കോളംസ് ആണ് നമ്മൾ സെലക്ട്. നമുക്ക് ഇവിടെ സെലക്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ കോളം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോളംസ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോളം അറേ ഉണ്ടാക്കി അതിൽ യൂസ് ചെയ്തത്. ഫ്രം ടാക്സ് എന്നുള്ള ടേബിളിൽ നിന്ന് ലിസ്റ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കൂടെ എന്താണ്, സിമ്പിളായിട്ടുള്ള ഒന്നുമില്ല. നമ്മൾ സെർച്ച് വാല്യൂ ഉണ്ടെങ്കിൽ, അതായത് അവിടുത്തെ എന്തെങ്കിലും വാല്യൂ സെർച്ച് ആയിട്ടുണ്ടെങ്കിൽ സെർച്ച് എന്നുള്ള വാല്യൂ ആ അറേ നമുക്ക് കിട്ടണം. അതിലെന്താ വരുന്നത്, അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് നോക്കിയാൽ ടൈറ്റിൽ വേണം നമുക്ക് സെർച്ച് ചെയ്യാം. ഇതുപോലെ ഇവിടുന്ന് പോസ്റ്റ് വാല്യൂ, ഈ പോസ്റ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്തപ്പോൾ നമുക്ക് ആ പോസ്റ്റ് കിട്ടുന്ന സെർച്ച് വാല്യൂ ഈ ടൈറ്റിലായിട്ട് മാച്ച് ചെയ്യണം.
അല്ലെങ്കിൽ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് മാച്ച് ചെയ്താലും നമുക്ക് അങ്ങനെയും എടുക്കാം. പോസ്റ്റ് സെർച്ച് വാല്യൂ DB ഒന്നിൽ ഇതുപോലെ ആവാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ. അതായത് അവിടെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം, അപ്പോൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും മാത്രമേ സെർച്ചിൽ വരുള്ളൂ. ഇനി ഇവിടെ അടുത്തത് പോസ്റ്റ് ഓർഡർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ടേബിൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാറ്റഗറി ടേബിളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഓർഡർ വരുന്നത്. സെക്കൻഡ് ഇപ്പോൾ നമ്മൾ 0 1 എന്ന് പറഞ്ഞാൽ 2 ഇൻഡെക്സ് 2 എന്ന സ്ലഗാണ്, 3 വന്ന ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെയും പറഞ്ഞത് പോസ്റ്റ് ഓർഡർ. അപ്പോൾ ഈ കോളത്തിലെ ഇവിടെ വരുന്ന ഈ 4 കോളങ്ങളിൽ ഇതിൻ്റെ ഓർഡർ നമ്മളിവിടെ, അതായത് പോസ്റ്റ് ഓർഡർ 0 കോളം ഇങ്ങനെയല്ല നമ്മളവിടെ കണ്ടത്. ആദ്യം നമ്മളിതിൽ കണ്ടിരുന്നില്ലേ ഇതെങ്ങനെയാണ് ഇതാവണമെന്നുള്ളത്, നമ്മളിവിടെ കണ്ടില്ലേ, ഹെഡറിൽ പോയപ്പോൾ കണ്ടതല്ല ഇതൊക്കെ. അതോ ഓർഡർ 0 കോളം കണ്ടില്ലേ, ഇവിടെ ഓർഡർ ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ ഓർഡർ അതിൻ്റെ 0 dir ഇൻഡെക്സ് വെച്ചിട്ട് ആ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണം. ഓർഡർ 0 കോളം പോസ്റ്റ് ഓർഡർ. അത് ഈ കോളത്തിലെ നമ്മൾ ഓർഡർ ബൈ എന്ത് വേണം, ഇത് ഓർഡർ ബൈ ID ആണെങ്കിൽ ID, പിന്നെ ടൈറ്റിലാണെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ, ആക്റ്റീവ് ആണെങ്കിൽ ആക്റ്റീവ്. ആൻഡ് ഇവിടെ സെക്കൻഡ് പാരാമീറ്ററായിട്ട് ഓർഡർ ബൈ ഫസ്റ്റ് എന്താ കോളത്തിൻ്റെ പേര്, സെക്കൻഡ് നമ്മൾ അതിൻ്റെ അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ എന്നുള്ള അതാണ് dir എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി അതൊന്നുമില്ല, അതായത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്ന ഈ ID ഡിസെൻഡിങ് ആയിട്ട് നമ്മൾ അതിൻ്റെ ID ഡിസെൻഡിങ് ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഇനി അതുപോലെ വേറൊരെണ്ണം കൂടി നമ്മൾ ഇപ്പോൾ ഈ കൊറി നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യണം, കാരണം ആ അജാക്സ് വെച്ചിട്ടാണ് വാല്യൂ വരുന്നത്. അപ്പോൾ അതാണ് ഒരു കോമൺ കൊറി ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ടാഗ് കൊറി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. ഇനി ആ കൊറി യൂസ് ചെയ്തു, അതിൻ്റെ കൂടെ തന്നെ കണ്ടില്ലേ ദിസ് ടാഗ് കൊറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആ കൊറി വിളിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഇനി അതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇൻപുട്ട് പോസ്റ്റ് നമ്മൾ ലെങ്ത്ത് ഇവിടെ കണ്ടതാണ്. അതിൽ നമ്മൾ കണ്ടില്ലേ, ഇതിൽ നോക്കിയപ്പോൾ നമ്മൾ ലെങ്ത്ത് കണ്ടില്ലേ, 10 ആണ് കണ്ടില്ലേ. അതും നമ്മൾ കണ്ടു, അത് പേജിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ദിസ് ഇൻപുട്ട് പോസ്റ്റ് ലെങ്ത്ത് നോട്ട് ഈക്വൽ ടു -1, അത് -1 അല്ല എങ്കിൽ നമ്മളതിനെ ഇൻറ്റിജർ വാല്യൂ വെച്ചിട്ട് ലെങ്ത്ത് വെച്ചിട്ട് നമ്മളതിനെ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ ലിമിറ്റ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ 0 നമുക്ക് 100 റെക്കോർഡുണ്ട്, 0 to 10 വരെ റെക്കോർഡ് നമ്മൾ എന്ന് പറഞ്ഞാൽ 9, 0 to 9 വരെയാണെങ്കിൽ 10 റെക്കോർഡ് കാണിച്ചു. പിന്നത്തെ 11 തൊട്ട് കാണിക്കണമെങ്കിൽ അതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ലിമിറ്റ് 11 മുതൽ ഇന്നർ റെക്കോർഡ് വരെ അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇത്ര ലെങ്ത്ത് വേണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 10 വരെ റെക്കോർഡ് കഴിഞ്ഞാൽ 10ാമത്തെ റെക്കോർഡ് കിട്ടും, അതായത് 0 to 9 കഴിഞ്ഞാൽ 10ാമത്തെ റെക്കോർഡാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ലിമിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ഗെറ്റ് ചെയ്യാം, സിമ്പിളായിട്ടുള്ളൊരു കൊറി. അതായത് ലെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രം, അതായത് പേജിനേഷൻ യൂസ് ചെയ്തുവെങ്കിൽ മാത്രം, അവിടെ ക്ലിക്ക് ചെയ്ത് യൂസ് ചെയ്തുവെങ്കിൽ മാത്രം ഇത് ഗെറ്റ് ഓൾ ടാഗ്സ് എന്ന് വെച്ചിട്ട് ഈ പേജിനേഷൻ്റെ സ്റ്റാർട്ടും ലിമിറ്റ് ചെയ്തിട്ട് ആ കൊറി നമുക്ക് ലിമിറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതേപോലെ DB ഗെറ്റ് റിസൾട്ട് എടുക്കുക. അപ്പോൾ ഈ റിട്ടേൺ ചെയ്യുന്ന ഈ റിസൾട്ടിനെ റിട്ടേൺ ചെയ്യും. ഇനി അവിടെ ഗെറ്റ് ഫിൽറ്റേഡ് ഡാറ്റ, ഇനി ഇതേപോലെ തന്നെ സെയിം തന്നെ ഈ ദിസ് ടാഗ് കൊറി വെച്ചിട്ട് ഞാൻ അതിനെ എടുത്തു, ആ കൊറി വെച്ചിട്ട് ഗെറ്റ് ചെയ്തു എല്ലാം. ഇപ്പം എല്ലാം ചെക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ആ ടോട്ടൽ എത്ര റെക്കോർഡുണ്ട്, അത് റെക്കോർഡ് അതിൻ്റെ നമ്പർ ഓഫ് റോ, ഓരോ തവണയും നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ആ റെക്കോർഡ്സ് നമ്മളിപ്പോൾ സെർച്ച് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ വാല്യൂ കുറയാം, സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ വാല്യൂ വരുള്ളൂ. അപ്പോൾ ഗെറ്റ് ഫിൽറ്റർ എത്ര റെക്കോർഡാണ് നമുക്ക് കിട്ടുന്നത്, ആ റെക്കോർഡ് അവിടെ കാണിക്കും. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതിൽ നമുക്ക് കാണണ്ടേ മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രിവ്യൂവിൽ കണ്ടില്ലേ, റെക്കോർഡ്സ് ടോട്ടൽ, റെക്കോർഡ് ഫിൽറ്റേഡ്. അതാണ് നമ്മളിവിടെ ഈ ഫംഗ്ഷൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ കൗണ്ട് ഓൾ റെക്കോർഡ് ടോട്ടൽ കാണാൻ വേണ്ടി നമ്മൾ എല്ലാ കൗണ്ട് ഓൾ ടാഗ്സ് കൊടുത്ത് എല്ലാ റെക്കോർഡുകളും നമുക്കിവിടെ ലിസ്റ്റ് കാണാൻ പറ്റും. ഈ ഫങ്ഷൻസൊക്കെയാണ് നമ്മളിനി ഡാറ്റ അത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടാഗിൽ പോകാൻ, ഈ ടാഗിൽ ഞാൻ ലിസ്റ്റ് ടാഗ്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ലിസ്റ്റ് ടാഗ്സിലേക്കാണല്ലോ നമ്മൾ ഇവിടുന്ന് URL കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് ടാഗ്സ് എന്താ ചെയ്യണത്, ഇതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു ഫംഗ്ഷൻ. ഈ ഫെച്ച് ഡാറ്റ നമ്മൾ ഇതിൽ ടാഗ് മോഡലിലെ ഗെറ്റ് ഓൾ ടാഗ്സ് എന്നുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നത്. അപ്പം ഗെറ്റ് ഓൾ ടാഗ്സ് എന്താ ചെയ്യണത്, ലിമിറ്റ് പേജിനേഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഗെറ്റ് ഓൾ ടാഗ്സ് കാണിക്കുന്നത്.
അപ്പോൾ ഈ ടാഗിൽ നിന്ന് ഗെറ്റ് ഡോട്ട് ടാഗ്സ് എടുത്തു, അതിനെ ഫെച്ച് ചെയ്തു. ഇതിനെ ഫെച്ച് ഡാറ്റ ഈ ഡാറ്റ എന്നുള്ള നമ്മളൊരു അറയിലേക്ക് അതിനെ എല്ലാം റെക്കോർഡ് അതിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ നമ്മൾ ഫോർ ഈച്ച് വെച്ചിട്ട് അതിനെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം, ടാഗ് അറേ എന്നുള്ളത്. ഈ ടാഗ് അറേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ ഓരോ റെക്കോർഡിൻ്റെ ID, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, പിന്നെ നമ്മൾ വേണ്ടില്ലേ ഓരോ റെക്കോർഡിനും നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്. അപ്പോൾ അതായത് ID വേണം, ടൈറ്റിൽ വേണം, ഡിസ്ക്രിപ്ഷൻ 4 വന്നു. അഞ്ചാമത്തെ ഒരു ഫീൽഡും കൂടി നമ്മൾ അവിടെ ടേബിളിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ നോക്കിയാൽ നമ്മൾ ടേബിളിൽ ഒരു ഫീൽഡ് കൂടി കാണിക്കുന്നില്ലേ, അഞ്ചാമത്തെ ഓപ്ഷൻസ്. നമ്മുടെ ഇതിൽ ലിസ്റ്റ് ടാഗ്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോൾ എറർ ഉണ്ട്, ചെറിയൊരു എറർ ഉണ്ട്, നമുക്കത് കറക്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ ID, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ആക്റ്റീവ്, ഓപ്ഷൻസ് അതാണ് വന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്തത്. ഇപ്പോൾ ഡാറ്റ നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം നമ്മൾ ഇതിലേക്ക് സ്റ്റോർ ചെയ്തു. ഈ ഡാറ്റ എന്നുള്ള അറയിലേക്ക് ഇതിന് ടാഗ് അറേ കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, ഈ ഔട്ട്പുട്ട്, ഇതിവിടെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഡ്രോ, നമുക്ക് ഡ്രോ വേണം. അത് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെയാണ് അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ഡ്രോ വേണം, റെക്കോർഡ് സ്റ്റോറിലും റെക്കോർഡ് ഫിൽറ്റർ ആയിട്ട്. അപ്പോൾ റെക്കോർഡ് സ്റ്റോറിൽ റെക്കോർഡ് ഫിൽറ്റർ, പിന്നെ ഡാറ്റ ഇത് പാസ് ചെയ്യണ ആ ഡാറ്റ, ഇതാണ് പാസ് ചെയ്യുന്ന ഡാറ്റ. ഇതൊക്കെയാണ് നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക്, അതായത് ഫിൽറ്റർ ചെയ്ത റെക്കോർഡിനെ മുഴുവൻ എടുത്ത് നമ്മൾ ഫോർ ഈച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരു അറയിലേക്ക് മാറ്റി. എന്നിട്ട് അറയിൽ നിന്ന് നമ്മൾ JSON എൻകോഡ് ചെയ്തിട്ട് ഈ ടോട്ടൽ ഈ അറേ നമ്മൾ JSON ആക്കി മാറ്റിയിട്ട് അവിടേക്ക് പാസ് ചെയ്യണം. പിന്നെ കൂടാതെ നമ്മളിവിടെ ഒരു എക്സിറ്റ് അടിക്കണം. അജാക്സ് ആകുമ്പോൾ ഇവിടെ എക്സിറ്റ് അടിക്കുക. അപ്പോൾ ഈ അജാക്സ് ഫംഗ്ഷൻ ഇതിലേക്ക് ലിസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ലിസ്റ്റ് ചെയ്യണത് എന്താ എറർ വന്നത് നമുക്ക് നോക്കാം. നമുക്കിവിടെ നിന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, എന്താ കിട്ടണമെന്ന് നോക്കാം. റിഫ്രഷ് ചെയ്തു ഇവിടെ, അപ്പോൾ എററാണ് വരുന്നത്. അപ്പോൾ ഇത് അജാക്സ് വെച്ചല്ലേ നമ്മൾ ലോഡ് ചെയ്യുന്നത്, അപ്പോൾ അജാക്സിലുള്ള എററായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നോക്കാം, നമ്മുടെ ടാഗ് എന്നുള്ള tag.php ആണ് നമ്മുടെ ഫയൽ. അവിടെ അജാക്സിലല്ലേ ഇരിക്കണം. അപ്പോൾ ഇവിടെ നോക്കുക, പ്രോസസ്സിങ് സെർവർ സൈഡ് അജാക്സിൽ കോളംസ്. ഇവിടെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അജാക്സിൻ്റെ ഈ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണ ബ്രാക്കറ്റ് ഈ കോളംസിന് ശേഷം വേണം നമ്മളത് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ അതാണ് അവിടെ ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷം ക്ലോസ് ചെയ്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാം. നോക്കാം, നമുക്ക് റിഫ്രഷ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. ഇനി നമുക്കിതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണം, അതേപോലെ ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഡിലീറ്റിന് നമ്മൾ സാധാരണ എന്താണ്, നമ്മൾ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാറ്റഗറി ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷുവർ എന്നൊരു കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ആ സെയിം കൺഫർമേഷൻ തന്നെ നമുക്ക് ഇതിൽ ലോഡ് ചെയ്യണം ലിസ്റ്റായാൽ. പക്ഷേ ഇവിടെ എന്താ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് അജാക്സ് വെച്ച് ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാറ്റഗറിയിൽ എഴുതി കൊടുത്ത പോലെ കാറ്റഗറീസ് എടുത്തുകയാണെങ്കിൽ കാറ്റഗറീസിൽ നമ്മൾ കൊടുത്തുകയാണെങ്കിൽ document.ready എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡാറ്റ ടേബിൾ ആയിട്ട് മാറ്റിയതിന് പിന്നെ കൺഫർമേഷൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. പക്ഷേ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും, അത് അങ്ങനെയല്ല വർക്ക് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനത് ആദ്യം ഇത് കോപ്പി ചെയ്യുക. ഇത് നമ്മുടെ document.ready ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൽ 3 റെക്കോർഡേ ഉള്ളൂ. ഞാനത് റിഫ്രഷ് ചെയ്യുക. നമ്മൾ ആ കൺഫർമേഷൻ പിന്നെ ഒന്നും കൂടി ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ടാഗിൻ്റെ ഉള്ളിൽ ഈ ക്ലാസ് കൺഫർമേഷൻ എന്നുള്ളതായിരിക്കണം അവിടെ വരുന്നത്. ഇവിടെ കൺഫർമേഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളതിനെ jQueryൽ കൺഫർമേഷൻ എന്നുള്ള പ്ലഗിനെ കോൾ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ടാഗിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ പിന്നെ അതേപോലെ തന്നെ ഈ ബേസ് URL അഡ്മിൻ എഡിറ്റ് ടാഗ് എഡിറ്റ് ചെയ്യാനുള്ള ഇത് അഡ്മിൻ എഡിറ്റ് ടാഗ്. കാരണം ഇത് റൗട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്താണ്, അഡ്മിൻ എഡിറ്റ് ടാഗാണ് കൊടുത്തിരുന്നത്. ഇതാണ് നമ്മൾ റൗട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന URL അഡ്മിൻ എഡിറ്റ് ടാഗ്. അത് ടാഗ്സിൽ അപ്ഡേറ്റിലേക്ക് പോകും. അതുപോലെ അഡ്മിൻ ഡെലീറ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ ടാഗ്സ് ഡിലീറ്റിലേക്ക് പോകും. അപ്പോൾ അത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കാനുള്ളത് ഒരെണ്ണം അഡ്മിൻ ഡെലീറ്റ് ടാഗാണ്, ഒരെണ്ണം അഡ്മിൻ എഡിറ്റ് ടാഗാണ്. അത് രണ്ടും കറക്റ്റ് ചെയ്യാനുണ്ട്. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ക്ലാസ് ആഡ് ചെയ്തിട്ടുണ്ട് കൺഫർമേഷൻ. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് വർക്ക് ചെയ്യും. പക്ഷേ ഇത് വർക്ക് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അജാക്സ് ആയിട്ട് റിട്ടേൺ ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും വർക്ക് ചെയ്യില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഡിലീറ്റ് ആയിപ്പോയി, കൺഫർമേഷൻ ഒന്നും ചോദിക്കണം. അപ്പോൾ അറിയാതെ ഒരു യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാവും. അപ്പോൾ അതിന് അങ്ങനെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡാറ്റ ടേബിൾ ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വേണം ഇതിനെ എഴുതാൻ. അപ്പോൾ ഡാറ്റ ടേബിൾ ലോഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൽ init complete
കംപ്ലീറ്റ് എന്നുള്ള ഇത് അതുപോലെ തന്നെ നമ്മൾ അജാക്സ് ഇതുപോലെ ഒരു ഫംഗ്ഷനാണത്. അതിൽ പാരാമീറ്റർ ഉണ്ട്, വേണ്ട സെറ്റിങ്സ് ജേസൺ എന്ന് പറഞ്ഞിട്ട് പാരാമീറ്ററൊക്കെ ഉണ്ട്. നമ്മൾ ഇതിൽ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് അത് കാണാൻ കഴിയും. പക്ഷേ ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വേറെ പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടുക, സേവ് ചെയ്യുക. നമ്മൾ റിഫ്രഷ് ചെയ്താൽ മാത്രമേ അത് എടുക്കുള്ളൂ. നമ്മൾ റിഫ്രഷ് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഇപ്പോൾ ആർ യു ഷുവർ ഇത് വന്നു. അപ്പോൾ ഇത് ഷുവർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ യെസ് കൊടുത്താൽ ഡിലീറ്റ് ആവും. അപ്പോൾ കൺഫർമേഷൻ. അപ്പോൾ യൂസർ അബദ്ധവശാൽ ക്ലിക്ക് ചെയ്താൽ തന്നെ അത് ഡിലീറ്റ് ആയി പോവില്ല. യെസ് കൊടുത്താൽ മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ടാഗ്സിൻ്റെ ലിസ്റ്റിങ്, സർവർ സൈഡ് ലിസ്റ്റിങ്ങും ആഡ്, എഡിറ്റ്, ഡെലീറ്റ്, അതിൻ്റെ പോലെ തന്നെ മോഡലിൽ നമ്മൾ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ കൺട്രോളറിൻ്റെ ഉള്ളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു വേറൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ അതിൽ പറഞ്ഞ പോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക. 1-2 പ്രാവശ്യം തന്നെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് പഠിക്കാവുന്നേ ഉള്ളൂ. അതേപോലെ datatable.net എന്നുള്ള സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ആഡ് ചെയ്താൽ ഞാനത് ക്ലിയർ ചെയ്യാൻ നോക്കാം. താങ്ക് യു.